ഫൗണ്ടേഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പറിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ മീനിങ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നും അതുപോലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഡെഫിനിഷൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുള്ള ചിന്തകന്മാരുടെ നിർവചനങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വ്യത്യസ്ത ചിന്തകർക്ക് വ്യത്യസ്ത നിർവചനങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിനെ പറ്റിയുള്ളത്. കാരണം അവർക്ക് അവരുടേതായ ചിന്തയുടെ ഊന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അഭിപ്രായം പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് രൂപം കൊണ്ട ആദ്യകാലങ്ങളിൽ നിന്ന് ആധുനിക കാലത്തേക്ക് എത്തുമ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കൺസെപ്റ്റിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ നിർവചനങ്ങളെ രണ്ട് തരമാക്കിയിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തിരിച്ചിരിക്കുന്നത്. ഒന്ന് ട്രഡീഷണൽ കാഴ്ചപ്പാടും മറ്റൊന്ന് മോഡേൺ കാഴ്ചപ്പാടും, പരമ്പരാഗത കാഴ്ചപ്പാടും മറ്റൊന്ന് ആധുനികമായ കാഴ്ചപ്പാടും. ഇങ്ങനെ രണ്ട് തരത്തിലാക്കിയിട്ടാണ് ചിന്തകന്മാർ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് പറഞ്ഞതിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ രണ്ടിൻ്റെയും സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പരമ്പരാഗത കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ രാഷ്ട്രീയ ചിന്തകന്മാരുടെ ഡെഫിനിഷൻസാണ്. ആദ്യമായിട്ട് നമ്മൾ അരിസ്റ്റോട്ടിൽ, ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസായ അരിസ്റ്റോട്ടിലിൻ്റെ അഭിപ്രായമാണ് നോക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ആസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, രാഷ്ട്രത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അതേപോലെ ഗാർണർ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ബീയിങ് ആൻഡ് എൻഡ് വിത്ത് ദ സ്റ്റേറ്റ്, പൊളിറ്റിക്കൽ സയൻസ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും രാഷ്ട്രത്തിൽ നിന്നാണ്, സ്റ്റേറ്റിൽ നിന്നാണ് എന്നാണ് ഗാർണർ പറയുന്നത്. ലീകോക്ക് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഡീൽ വിത്ത് ദ ഗവൺമെൻറ്, പൊളിറ്റിക്കൽ സയൻസ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ മാത്രം ഇടപെടുന്നു എന്നാണ് ലീകോക്ക് പറയുന്നത്. ഗിൽക്രിസ്റ്റ് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഡീൽ വിത്ത് ജനറൽ പ്രോബ്ലംസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, രാഷ്ട്രത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പൊതുവായ പ്രശ്നങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഗിൽക്രിസ്റ്റ് പറയുന്നത്. നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഈ പരമ്പരാഗത വീക്ഷണം നോക്കുമ്പോൾ അതിനൊരേ പാറ്റേൺ നമുക്ക് കാണാം. പാറ്റേൺ എന്താണ്? പലപ്പോഴും ഔപചാരിക രാഷ്ട്രീയ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ ഘടനകളെയും കുറിച്ചുള്ള പഠനത്തിനാണ് ഈ പരമ്പരാഗത വീക്ഷണം ഊന്നൽ നൽകുന്നത്. ഗവൺമെൻറ് സംവിധാനങ്ങൾ, ഭരണഘടനകൾ, സ്റ്റേറ്റ് എന്നിവയുടെ വിശകലനത്തിനാണ് പ്രധാനമായിട്ടും ഈ വീക്ഷണം, പരമ്പരാഗത വീക്ഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് തുടങ്ങിയ ക്ലാസിക്കൽ രാഷ്ട്രീയ ചിന്തകന്മാരുടെ അഭിപ്രായത്തിനാണ് അവിടെ പ്രാധാന്യമുള്ളത് എന്നതാണ് ഈ പരമ്പരാഗത വീക്ഷണത്തിൻ്റെ പ്രത്യേകത. രാഷ്ട്രീയ വ്യവസ്ഥകൾ എങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം നൽകാൻ ശ്രമിക്കുന്ന പരമ്പരാഗത വീക്ഷണം കൂടുതലും മാനദണ്ഡപരവും നിർദ്ദേശപരവുമായിരിക്കും. ഈ രാഷ്ട്രീയ വ്യവസ്ഥകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള കുറേ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളുമാണുള്ളത്. ഏതായാലും ഈ പരമ്പരാഗത വീക്ഷണം രാഷ്ട്രത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പഠനമെന്ന നിലയിലാണ് പ്രധാനമായിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ്, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, ഇതിനാണ് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ഇതാണ് ഈ പരമ്പരാഗത കാഴ്ചപ്പാടിൻ്റെ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുള്ള അവരുടെ നിലപാടെന്ന് പറയുന്നത്. അതേസമയത്ത് മോഡേൺ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പല ചിന്തകന്മാരും കുറച്ചും കൂടി വിശാലമായിട്ടാണ് പൊളിറ്റിക്കൽ സയൻസിനെ കാണുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സയൻസ് ഓഫ് പവർ. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് പവറിൻ്റെ, അധികാരത്തിൻ്റെ ശാസ്ത്രമാണ് എന്നാണ് കാറ്റ്ലിൻ പറയുന്നത്. അതേപോലെ പൊളിറ്റിക്കൽ സയൻസ് ആസ് ദ സ്റ്റഡി ഓഫ് ഷെയറിങ് ആൻഡ് ഷേപ്പിംഗ് ഓഫ് പവർ, അതാണ് ലാസ്വെൽ ആൻഡ് കപ്ലാൻ പറയുന്നത്. ഇങ്ങനെ പൊളിറ്റിക്കൽ സയൻസ് എന്നത് അധികാരം പങ്കിടുന്നതിനും രൂപപ്പെടുത്തുന്നതിനുമുള്ള പഠനമാണ് എന്നാണ്. മറ്റൊരു അഭിപ്രായം പൊളിറ്റിക്കൽ സയൻസ് ഇസ് ദ സ്റ്റഡി ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ, സ്വാധീനത്തെയും സ്വാധീനമുള്ളവരെയും കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് ഹറോൾഡ് ലാസ്വെല്ലൊക്കെ പറയുന്നത്. ഡേവിഡ് ഈസ്റ്റൻ്റെതാണ് പൊളിറ്റിക്കൽ സയൻസിലെ എക്കാലത്തെയും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ. പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ഡേവിഡ് ഈസ്റ്റൻ്റെതാണ്. പൊളിറ്റിക്കൽ സയൻസ് ഡീൽ വിത്ത് ദ
അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ് ഇൻ എ സൊസൈറ്റി. അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ് ഇൻ എ സൊസൈറ്റി. ഒരു സമൂഹത്തിലെ മൂല്യങ്ങളുടെ ആധികാരികമായ വിന്യാസത്തെയാണ് പൊളിറ്റിക്കൽ സയൻസ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത്. അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് ഡീൽ വിത്ത് പവർ, റൂൾ ആൻഡ് അതോറിറ്റി. പവറിനെക്കുറിച്ചും റൂളിനെക്കുറിച്ചും അതോറിറ്റിയെക്കുറിച്ചുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് റോബർട്ട് ദാൾ പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആധുനിക വീക്ഷണം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പഠനത്തിന് വിശാലവും കൂടുതൽ അനുഭവപരവുമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ സ്വഭാവം, അന്തർദേശീയ ബന്ധങ്ങൾ, പൊതുനയം, സാമ്പത്തിക ശാസ്ത്രം, സംസ്കാരം, സാങ്കേതികവിദ്യ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയാണ് ഈ ആധുനിക വീക്ഷണം വിശകലന വിധേയമാക്കുന്നത്. സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ആധുനിക വീക്ഷണം രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ കൂടുതൽ ശാസ്ത്രീയവും മൂല്യവത്തുമായ രീതിയിൽ വിവരിക്കാനും വിശദീകരിക്കാനും ശ്രമിക്കുന്നു. ആധുനിക കാലത്തെ രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെ കേന്ദ്ര വിഷയമെന്ന് പറയുന്നത് പവറാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയമെന്നാൽ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിട്ട് പറയുന്നത്. ഇറ്റാലിയൻ രാഷ്ട്രീയ ചിന്തകനായ നിക്കോളോ മാക്കിയവെല്ലിയാണ് തൻ്റെ പ്രിൻസ് എന്ന പുസ്തകത്തിലാണ് പവർ എന്ന ആശയം പൊളിറ്റിക്കൽ സയൻസിൽ ആദ്യമായിട്ട് സംഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് ആധുനിക പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായിട്ട് മാക്കിയവെല്ലിയെ പറയുന്നത്. അപ്പോൾ ആധുനിക വീക്ഷണം സമകാലിക രാഷ്ട്രീയ വെല്ലുവിളികളുടെയും സങ്കീർണതകളെയും അഭിമുഖീകരിക്കുന്നതിനുള്ള പുതിയ രീതിശാസ്ത്രങ്ങളും സമീപനങ്ങളും ഉൾക്കൊള്ളുന്നതാക്കി പൊളിറ്റിക്കൽ സയൻസിനെ മാറ്റിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക വീക്ഷണപ്രകാരം സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും, മനുഷ്യരുടെ സ്വഭാവം, മനുഷ്യരുടെ സംസ്കാരം, മനുഷ്യരുടെ സാമൂഹ്യ ബന്ധങ്ങൾ, ഇതെല്ലാം പഠിക്കുന്ന രീതിയിലേക്ക് അധികാരം എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാടും കൂടി വരികയും ചെയ്യുന്നതോടുകൂടിയാണ് ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് പൊളിറ്റിക്കൽ സയൻസ് മാറുകയുണ്ടായി. അതല്ലാതെ വെറും ഗവൺമെൻറ്റിനെ കുറിച്ചോ വെറും സ്റ്റേറ്റിനെ കുറിച്ചോ മാത്രമുള്ള പഠനത്തിൽ, അങ്ങനെ സ്റ്റേറ്റിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചുള്ള മാത്രം പഠനത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടിലേക്ക് വരികയാണ് ആധുനിക വീക്ഷണപ്രകാരം. അപ്പോൾ ഈ രണ്ട് തരം അഭിപ്രായവും രണ്ട് തരം ഡെഫിനിഷൻസും ഉണ്ട്. ഏതായാലും ഇതിങ്ങനെ തന്നെ പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് വളരെ വിശാലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഡെഫിനിഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്കോപ്പും അതിൻ്റെ നേച്ചറും അതിൻ്റെ സിഗ്നിഫിക്കൻസും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.